ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും നല്ലത് മാർക്കറ്റിംഗ് ആൻഡ് കോണ്ടന്റ് ക്വാളിറ്റി ആണോ അല്ലെ കോൺട്രാവേഴ്സി ആണോ? ഒന്നും കൂടി ചോദിച്ചാൽ ക്ലിയർ ആവും. അതായത് ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് മാർക്കറ്റിംഗ് ആണോ, മാർക്കറ്റിംഗും കണ്ടന്റ് ക്വാളിറ്റിയും ആണോ, കോൺട്രാവേഴ്സി ആണോ? അത് ഞാൻ ചോദിക്കാൻ കാരണം റോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ ഇറങ്ങിയതിൽ ഒരു ഇന്റർവ്യൂവി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ രണ്ടുപേരും നല്ല ശോഭനായി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് എനിക്ക് പേഴ്സണലി ഒരു ഡൗട്ട് തോന്നി ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാനിപ്പോഴും പറയണത് നല്ലൊരു സിനിമയ്ക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം, നല്ലൊരു ഡയറക്ടർ വേണം, നല്ലൊരു പ്രൊഡ്യൂസർ വേണം, കഥാപാത്രങ്ങൾ വേണം. അല്ല മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിംഗ് കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ, അത് നമ്മൾ ക്ലിയർ ചെയ്ത് വിട്ട കാര്യങ്ങളാണ്. അത് ഡിലേറ്റഡ് ആണ്. പക്ഷേ നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു കഥാപാത്രങ്ങൾ, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു പ്രൊഡ്യൂസർ, നല്ലൊരു സംഭവം കിട്ടി കഴിഞ്ഞാൽ അല്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ നമ്മൾ അതൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും കണ്ടത് എല്ലാവരും അത് പറഞ്ഞ ക്ലിയർ, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡിലേറ്റ് ചെയ്ത് പോയത് കഴിഞ്ഞു നമ്മുടെ പടത്തിൻ്റെ കാര്യം. ഞാൻ സാറിന് മൂവിയിൽ അഭിനയിക്കുന്ന തന്നെ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫിറോസ്ക്കായിരുന്നു. അങ്ങനെയാണ് സാറുമായിട്ട് ഇതായത്. സാറിൻ്റെ മൂവി ശരിക്കും പറഞ്ഞാൽ ഈ മൂവിയിലല്ല ഞാൻ അഭിനയിക്കാൻ ആദ്യം ആഗ്രഹിച്ചത്. IPS എന്ന് പറഞ്ഞ മൂവി സാർ ഞാൻ എടുക്കാൻ വേണ്ടി സാർ ആദ്യം ചെയ്യാൻ നിന്നത് IPS ആയിരുന്നു. പിന്നെയാണ് DNA വന്നത്. അപ്പം അങ്ങനെ അതിനകത്തുനിന്ന് സാർ പറഞ്ഞു എന്തായാലും ഒരു ഭാഗം ആവണം, അത് കഴിഞ്ഞ് നമുക്ക് IPS അങ്ങനെയാണ് ഞാൻ IPS DNA വന്നത്. ഭയങ്കര സന്തോഷം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിരവധി ആർട്ടിസ്റ്റുകളാണ്, അന്നേരം അവരിലെല്ലാം ഒരാളാവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അത് ഇത്രയും നല്ലൊരു മൂവി, ക്രൈം ത്രില്ലർ, ക്ലൈമാക്സ് ആയാലും ആ മൂവിയെക്കുറിച്ചായാലും, പിന്നെ സുരേഷ് ബാബു സാറിൻ്റെ കുറേ ബ്രേക്കിന് ശേഷം വരുന്നൊരു മൂവി, അതിനകത്തൊരു ഭാഗമാവുന്ന തന്നെ ഒരു ഏറ്റവും ഭാഗ്യമല്ലേ. അപ്പം സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ സാറ് എന്തായാലും ഓക്കെയാണ്, ഞാൻ അത് ഏത് ക്യാരക്ടറാണെന്നൊന്നും ഞാൻ നോക്കാനില്ല, ചാടി വീഴുമായിരുന്നു ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റ് മൂവി എന്നുള്ള IPS ആയിരുന്നു. അവിടെ നിന്ന് DNA എന്നുള്ള സെക്കൻഡ്, അങ്ങനെ DNA ഉണ്ടായെടുത്ത മൂവിയാണ്. IPS സ്റ്റിൽ പെൻഡിങ് ആണ്, അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അതാണ് പറ്റിയത്. പിന്നെ സജിനെ സംബന്ധിച്ചോളം ഇങ്ങനെ കോൺടാക്ട് ചെയ്ത് വേറൊരു വേഷത്തിലേക്കാണ് കോൺടാക്ട് ചെയ്തത്. പിന്നെ നോക്കിയപ്പോൾ ബസ് ഹൗസ്ഫുള്ളായി. എന്നാലും ഞാൻ പറഞ്ഞു ഇതിൽ കയറിക്കോ അടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. ജസ്റ്റ് ഒരു ട്രയലാണ്. സജിനെ സംബന്ധിച്ചോളം നല്ല ഫ്യൂച്ചറുള്ള ഒരു ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് വരും.